ഒന്ന് ശബ്ദം ഉയർത്തി വായിക്കാം. യെശയ്യാ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 64-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതലാരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഈ വചനത്തെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ ചില ദൈവശബ്ദങ്ങൾ നിങ്ങളോട് കൈമാറട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. യെശയ്യാവ് വിളിച്ചു പറയുന്ന പദമാണ്, നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതലാരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ലെന്ന് പറയുന്നു. എന്നാൽ ഇതേ വാക്യം തന്നെ നമ്മൾ പുതിയ നിയമത്തിനകത്തോട്ട് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് സഭയ്ക്ക് വേണ്ടിയിട്ട് ലേഖനം എഴുതുമ്പോൾ ഇതിനകത്ത് ഈ വാക്യത്തിനകത്ത് കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒന്ന് വായിക്കാമോ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തിട്ടില്ല? തോന്നിയിട്ടില്ല. യെശയ്യാ പ്രവാചകൻ പറയുന്നു, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. എന്നാൽ പൗലോസ് ഈ യെശയ്യാവ് പറഞ്ഞ വാക്യത്തെ അല്ലെങ്കിൽ ഈ പ്രവചന ശബ്ദത്തെ തൻ്റെ ലേഖനത്തിനകത്ത് കോട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, പൗലോസ് പറഞ്ഞത് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി എന്നല്ല, അടുത്ത് പറഞ്ഞത് അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ഇതിനകത്ത് 2 കാര്യങ്ങൾ സംഭവിക്കണം. 1 കാത്തിരിക്കണം, 2 പ്രിയ രജിൻ പറഞ്ഞതുപോലെ ആഴമായി സ്നേഹിക്കണം. അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, അവനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യനും ഹൃദയത്തിൽ തോന്നാത്തതാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ആമേൻ. ഞാൻ പറയാം, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് തോന്നാത്തതും കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള നന്മ എന്ന് പറയുന്നത് ദൈവരാജ്യമല്ല. അത് നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം? അറിയാം. ദൈവരാജ്യം അല്ല. ദൈവരാജ്യം അത് ഓൾറെഡി ഉണ്ട്. തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും ആരാധിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവൻ്റെ രാജ്യത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് ആരും കണ്ടിട്ടില്ല. ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നമുക്ക് വേണ്ടി ചിലത് ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. മനുഷ്യൻ്റെ മുൻവിധികളൊന്നും നമ്മുടെ ലൈഫിൽ നടക്കത്തില്ല. ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം എന്ത് നിശ്ചയിച്ചിട്ടുണ്ടോ അതേ നമ്മുടെ ലൈഫിൽ നടക്കത്തുള്ളൂ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അപ്പോൾ ശ്രദ്ധിക്കണം, യെശയ്യാവ് പറഞ്ഞ ഒരു പ്രവചനം എന്ന് പറഞ്ഞാൽ, നീ അല്ലാതെ ഒരു ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ യേശു അല്ലാതെ വേറൊരു ദൈവം ഇല്ല. ദൈവത്തെ ഇവിടെ നിന്ന് ഉയർത്തിയിട്ട് പറയുകയാണ്, തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി. കേൾക്ക, ദൈവത്തിൻ്റെ പ്രവർത്തികൾ, ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സുകൾ നമ്മുടെ ലൈഫിൽ വെളിപ്പെടണമെങ്കിൽ അതിനകത്ത് ചില കണ്ടീഷൻസ് ഉണ്ട്. ചുമ്മാതെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കർത്താവിൽ നിന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. അവിടെ പറഞ്ഞൊരു പദമുണ്ട്, പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ലാത്ത, ഗ്രഹിച്ചിട്ടില്ലാത്ത, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ലാത്ത നന്മ തരാൻ ദൈവം തയ്യാറാണ്. പക്ഷെ കാത്തിരിക്കാൻ തയ്യാറാണോ? കാത്തിരിക്കാൻ ഈ തലമുറയിൽ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കാത്തിരിക്കാൻ എന്ത് ചെയ്യത്തില്ല? പറ്റത്തില്ല. കാത്തിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഈ വിടുതൽ ഇപ്പോൾ എല്ലാവരും വളരെ ഫാസ്റ്റായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഒന്നാമത് നമുക്ക് ആർക്കും എന്തില്ല? സമയം ഇല്ല. വളരെ ബന്ധപ്പെട്ടാണ് നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കും ക്ഷമയോടെ കാത്തിരിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ പറയാം, ദൈവസന്നിധിയിൽ നാം കാത്തിരുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെതല്ലാതെയായിട്ടുള്ള ചിലത് ഉണ്ടായി വരും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവസന്നിധിയിൽ നാം കാത്തിരുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെതല്ലായിട്ടുള്ള ചിലത് എന്ത് ചെയ്യും? ഉണ്ടായി വരും. അതാണ് നമ്മൾ ഈ പഴയ നിയമം പഠിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം 75-ാം വയസ്സിൽ ഒരു വാഗ്ദത്തം കൊടുത്തു. ഒരു വാഗ്ദത്തം
കൊടുത്തു. എന്താ? നിനക്കൊരു വാഗ്ദത്ത സന്തതി എന്ത് ചെയ്യും? തരും. വാഗ്ദത്ത സന്തതിയെ തരുമെന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. പക്ഷേ തൻ്റെ ഭാര്യയായ സാറയ്ക്ക് വലിയ ക്ഷമയൊന്നും കാത്തിരുന്നില്ല. കാത്തിരിക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാവൂ? അബ്രഹാമിൻ്റെ 86-ാമത്തെ വയസ്സിൽ ദൈവം പറയാത്ത ഒരു തലമുറ പുറത്തു വന്നു. ഹാഗറിൽ നിന്ന് ഒരു തലമുറ പുറത്തു വന്നു. അവൻ്റെ പേരാണ് ഇസ്മായേൽ. കണ്ടോ? കാത്തിരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇസ്മായേലുമാർ എന്ത് ചെയ്യും? ജനനം ഉണ്ടാകും. ഇസ്മായേൽമാരുടെ ജനനം ഉണ്ടാകും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നമ്മെ ചില വിഷയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ വേണ്ടി പറയുമ്പോൾ ക്ഷമ നശിച്ചവരായിട്ട് നാം നമ്മുടെ പ്ലാനുകളും നമ്മുടെ പദ്ധതികളും നമ്മുടെ ചിന്തകളും കൊണ്ടിടരുത്. ഈ രാത്രി ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയുകയാണ്, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ കാത്തിരിക്കുവാൻ ഒന്നാമതായി വേണ്ടത് എന്താണെന്നറിയാമോ? ഈ കാത്തിരിക്കുന്നത് സമയബന്ധിതമാകരുത്. നമ്മളൊരു സമയം എന്ത് ചെയ്യരുത്? ദൈവം പ്രവർത്തിക്കുന്നത് വരെ കാത്തിരിക്കണം. ദൈവം പ്രവർത്തിക്കുന്നത് വരെ കാത്തിരിക്കണം. നമ്മളൊരു സമയം ഉണ്ടാക്കിയിട്ട് കർത്താവ് ഇന്ന ടൈമിൽ നീ പ്രവർത്തിക്കണമെന്ന് എന്ത് ചെയ്യരുത്? പറയരുത്. ഞാൻ പറയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് ദൈവം തരാമെന്ന് പറഞ്ഞ നന്മയ്ക്കല്ല, മറിച്ച് ദൈവത്തിനാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്താ? ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിനാണോ അതോ വാഗ്ദത്തം പറഞ്ഞ ദൈവത്തിനാണോ? എന്തിനാ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? ഞാൻ പറയാം, ഞാൻ ഉൾപ്പെടെയുള്ളവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്തിനാണെന്നറിയോ? ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ദൈവം നമ്മുടെ വിഷയമല്ല, നമ്മുടെ വിഷയം വാഗ്ദത്തമാണ്. എങ്ങനെങ്കിലും ഏതെങ്കിലും മീറ്റിങ്ങിന് പോയി ഏതെങ്കിലും പ്രവാചകനെ കൊണ്ട് പ്രാർത്ഥിച്ചും അല്ലെങ്കിൽ വീട്ടിനകത്ത് ഉപവാസ പ്രാർത്ഥനയൊക്കെ നടത്തിയും എങ്ങനെങ്കിലും വാഗ്ദത്തങ്ങളെ വെളിപ്പെടുത്തണം. ഇന്നു രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, വാഗ്ദത്തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കാത്തിരിക്കേണ്ടത്, ഇന്നു രാത്രി ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. സ്തോത്രം പറഞ്ഞേ. അതല്ലേ കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ ഇവിടെ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞൊരു പദമുണ്ട്. ആമേൻ. മോശയ്ക്കാവശ്യം ആമേൻ തൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തിലെ പാലും തേനും അല്ലായിരുന്നു, മറിച്ച് മോശ ആഗ്രഹിച്ചത് വാഗ്ദത്ത ദേശമല്ല. മോശ ആഗ്രഹിച്ചത് അവൻ്റെ തിരു സാന്നിധ്യമാണ്. മോശ ആഗ്രഹിച്ചത് തേജസ്സാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, കാത്തിരിക്കുന്നവന് വേണ്ടിയിട്ട് വാഗ്ദത്തത്തെക്കാളും ഈ ഭൂമിയിൽ ഒലിച്ചു പോകുന്ന നന്മയെക്കാളും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, അവനെ വെളിപ്പെടുത്താൻ പോകുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ ശ്രദ്ധിക്കണം, ഈ കാത്തിരുന്നില്ലെങ്കിൽ, ഈ ക്ഷമ നശിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ക്ഷമ നശിക്കാൻ പാടില്ല. ക്ഷമയോടെ കാത്തിരിക്കണം. ക്ഷമയോടെ കാത്തിരുന്നില്ലെങ്കിൽ നമ്മുടെ പദവികൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ പദവി എന്ത് ചെയ്യും? നഷ്ടപ്പെടും. എന്നറിയോ? ഈ 1 ശമൂവേൽ 13-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 1 ശമൂവേൽ 13-ന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1 ശമൂവേൽ 13-ന്റെ 13-ാമത്തെ വാക്യം വായിച്ചേ. ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം. നീ ചെയ്തത് എന്താണ്? ഭോഷത്വം. അടുത്ത വാക്യം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. അടുത്ത വാക്യം. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. അല്ലേ? ഇപ്പോഴോ നിന്റെ രാജ്യത്വം എന്ത് ചെയ്യത്തില്ല? നിലനിൽക്കുകയില്ല. നിന്റെ രാജ്യത്വം എന്ത് ചെയ്യത്തില്ല? ശക്തനായ ശമൂവേൽ പ്രവാചകൻ ശൗൽ രാജാവിനോട് പറയുന്ന പദമാണ്, നിന്റെ രാജ്യത്വം എന്ത് ചെയ്യത്തില്ല? നിലനിൽക്കുമായിരുന്നു, പക്ഷെ ഇപ്പോഴെന്ത് ചെയ്യത്തില്ല? നീ ഭോഷത്വം കാണിച്ചത് കൊണ്ട് എന്ത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ, ശൗലിനെ ഏൽപ്പിക്കാത്ത കാര്യം ക്ഷമ നശിച്ച് പുള്ളി കയറി അങ്ങ് ചെയ്തു. ശൗലിനെ ഏൽപ്പിക്കാത്ത ഒരു കാര്യം പുള്ളി കയറി എന്ത് ചെയ്തു? ചെയ്തു എന്ന് പറഞ്ഞാൽ, ശമൂവേൽ ചെയ്യേണ്ട കാര്യം ശമൂവേൽ വരുവാൻ താമസിച്ചപ്പോൾ ശൗല് കയറി എന്ത് ചെയ്തു?
എന്ന് പറഞ്ഞാൽ പുരോഹിതൻ ചെയ്യേണ്ട ആ യാഗം, ഹോമയാഗം ആര് ചെയ്തു? രാജാവ്. സ്തോത്രം പറ. എത്ര പേർ ആമേൻ പറയും? ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ക്ഷമയോടെ കാത്തിരിക്കണം. അതല്ലേ നമ്മൾ ഇതിൻ്റെ 8-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. 13-ന്റെ 8-ാമത്തെ വാക്യം. ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നു. എങ്കിലും ശമൂവേൽ ഗിൽഗാലിലെത്തിയില്ല. ജനവും അവനെ വിട്ടു ചിതറിപ്പോയി. അപ്പോൾ ശൗൽ ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന് എന്ത് ചെയ്തു? കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം എന്ത് ചെയ്തു? കഴിച്ചു. ആരാ കഴിച്ചേ? ശൗൽ. സ്വതന്ത്രം പറ. ഈ ഹോമയാഗം കഴിക്കേണ്ടത് ആരാ? ശമൂവേൽ. പുരോഹിതൻ ചെയ്യേണ്ടത് രാജാവ് ചെയ്തു. ഇന്ന് രാത്രി അഭിഷേകമുള്ളവനെ മാത്രമാണ് ചെയ്യേണ്ട യാഗമാണ് ഹോമയാഗം. സ്തോത്രം പറ. ദൈവം ഏൽപ്പിക്കാത്തത് കയറി ചെയ്തു കഴിഞ്ഞാൽ ഉള്ളതും കൂടെ നശിച്ചു പോകും. മനസ്സിലായോ? ദൈവം ഏൽപ്പിക്കാത്ത എന്ത് ചെയ്യാൻ പാടില്ല? ചെയ്യാൻ പാടില്ല. അത് ശുശ്രൂഷയാകട്ടെ എന്തുവാകട്ടെ, രാജാവ് ചെയ്യേണ്ടത് രാജാവ് ചെയ്യണം, പുരോഹിതൻ ചെയ്യേണ്ടത് പുരോഹിതൻ ചെയ്യണം. ശമൂവേൽ വരുവാൻ താമസിച്ചപ്പോൾ നിനക്ക് ഹോമയാഗം കഴിക്കുവാനുള്ള റൈറ്റ് ആരാ തന്നെ? നമുക്ക് പല ഈ എക്സ്ക്യൂസുകൾ കാണും അല്ലേ? ഒത്തിരി എക്സ്ക്യൂസുകൾ കാണും. പുള്ളിക്കാരൻ പറഞ്ഞ എക്സ്ക്യൂസ് കണ്ടോ? ശൗല് പറഞ്ഞ എക്സ്ക്യൂസ് കണ്ടോ? ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. അടുത്ത പദം കണ്ടോ? ഹോമയാഗം കഴിച്ചു തീർന്ന ഉടനെ ഇതാ ശമൂവേൽ വരുന്നു. ശൗൽ അവനെ വന്ദന ചെയ്യുവാൻ എതിരേറ്റു ചെന്നു. നീ ചെയ്തത് എന്തെന്ന് ശമൂവേൽ ചോദിച്ചു. അതിന് ശൗൽ പറഞ്ഞ പദം കണ്ടോ? ജനം എന്നെ വിട്ടു ചിതറുമെന്ന് നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല എന്നും ഫെലിസ്ത്യർ മിക്മാസിൽ കൂടിയിരിക്കുന്നു എന്നും ഞാൻ കണ്ടിട്ട് ഫെലിസ്ത്യർ ഇപ്പോൾ ഇങ്ങ് ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും. ഞാൻ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ചതുമല്ലോ എന്ന് വച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചുപോയി എന്ന് പറഞ്ഞു. ഞാൻ പറയാം, ഈ ഹോമയാഗം കഴിക്കേണ്ടത് ധൈര്യം കൊണ്ട് ചെയ്യാനുള്ളതല്ല. ഇത് ചെയ്യേണ്ടത് അഭിഷേകത്താൽ ചെയ്യേണ്ടതാണ്. അഭിഷേകം കൊണ്ട് ചെയ്യേണ്ടത് ധൈര്യം കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഉള്ള പദവിയും കൂടെ നശിച്ചു പോകും. സ്തോത്രം പറ. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, കാത്തിരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ പദവി നഷ്ടപ്പെടത്തില്ല. കണ്ടോ? സാറ കാത്തിരിക്കാത്തത് കൊണ്ട് കൂടാരത്തിനകത്ത് ദൈവം ആഗ്രഹിക്കാത്ത സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു ഇസ്മായേൽ ഉടലെടുത്തു. ആമേൻ. ശൗൽ കാത്തിരിക്കാത്തത് കൊണ്ട് തൻ്റെ രാജത്വം നിലനിന്നില്ല, നശിച്ചുപോയി. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, നിങ്ങളുടെ ക്ഷമയെ നശിപ്പിച്ചു കളഞ്ഞ് ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നിങ്ങളിലൂടെ ചെയ്യിപ്പിച്ച് നിങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്ന ചില ദുരാഗ്രഹങ്ങളെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നു രാത്രി ആത്മാവിൽ വെട്ടിക്കള. കാര്യം അടിച്ചു രാത്രി ഈ ദൂതിന് ആമേൻ പറഞ്ഞു. ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് പറയുന്ന സകല വ്യാപാരങ്ങളും ഏൽപ്പിച്ചതേ ചെയ്യാവൂ. ക്ഷമ നശിച്ചെടുത്തു ചാടരുത്. ശൗലിനെ ദൈവം വിളിച്ചത് രാജാവായിട്ടാണ്. പുരോഹിതന്റെ വേഷം കെട്ടിയപ്പോൾ പദവി പോയി. ഇന്നു രാത്രി രാജാവ് രാജാവായിരിക്കണം, പുരോഹിതൻ പുരോഹിതനായിരിക്കണം. അധികാരം കൈകാര്യം ചെയ്യേണ്ടവൻ അധികാരം മാത്രമേ ചെയ്യാവൂ. അധികാരം കൈകാര്യം ചെയ്യേണ്ടവൻ അഭിഷേകം കൈകാര്യം ചെയ്യുന്നവൻ കയറി ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? ശരിയാവത്തില്ല. കണ്ടോ? അഭിഷേകം ഉള്ളവൻ ചെയ്യേണ്ട കാര്യം അധികാരമുള്ളവൻ ചെയ്തു. ഈ അഭിഷേകവും അധികാരവും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണല്ലേ? അഭിഷേകവും അധികാരവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഒരു അധികാരമുണ്ട്. അദ്ദേഹത്തിനൊരു അധികാരമുണ്ട്. ഇന്ത്യയിൽ എന്ത് അദ്ദേഹം പറഞ്ഞാലും നടക്കും. സ്തോത്രം പറഞ്ഞേ, നടക്കും. പക്ഷേ അഭിഷേകമെന്ന് പറയുന്നത് അധികാരത്തെക്കാളും വലുതാണ്. സ്തോത്രം പറ. എത്ര പേർ ആമേൻ പറയും? അവൻ അദ്ദേഹത്തിന് അധികാരം ഇന്ത്യയുടെ മേലേ ഉള്ളൂ. എന്നാൽ ഏലിയാവിൻ്റെ മേൽ ചലിച്ചത് അധികാരമല്ല, അഭിഷേകമാണ്. ഏലിയാവിൻ്റെ മേൽ ചലിച്ചത് അധികാരമല്ല, അഭിഷേകമാണ്. അഭിഷേകമുള്ളവൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി അനുസരിക്കും. അധികാരമുള്ളവൻ പറഞ്ഞാൽ രാജ്യം അനുസരിക്കുമെങ്കിൽ അഭിഷേകമുള്ളവൻ പറഞ്ഞാൽ ഭൂഖണ്ഡം അനുസരിക്കും. ഇന്ന് രാത്രി
പരിശുദ്ധാത്മാവ് പറയുന്നു, അഭിഷേകമുള്ളവൻ ചെയ്യേണ്ടത് അധികാരമുള്ളവൻ ചെയ്താൽ ശരിയാകത്തില്ല. അധികാരം വെച്ചുകൊണ്ട് ഭൂതത്തെ പുറത്താക്കാൻ പറ്റത്തില്ല, പക്ഷേ അഭിഷേകമുള്ളവന് ഭൂതത്തെ പുറത്താക്കാൻ പറ്റും. അഭിഷേകമുള്ളവന് രോഗിയെ സൗഖ്യമാക്കാൻ പറ്റും. ഇന്ന് രാത്രി ഇതിനകത്ത് ഭയങ്കര അഭിഷേകം ചലിക്കുകയാണ്. നിങ്ങളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിരോധമായി കയറി വരുന്ന വിഷയങ്ങളെ തകർക്കാനുള്ള ശക്തമായ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി സ്വീകരിച്ചോ. ഈ രാത്രി ദൈവാത്മാവ് പറയുന്നത്, കാത്തിരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറപരമായിട്ടുള്ള കാര്യം നടക്കാൻ പോവാം. നമ്മൾ നമ്മുടെ ലൈഫിൽ എക്സ്പെക്റ്റ് ചെയ്യാത്ത ചില കാര്യങ്ങൾ നടക്കും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മുടെ പ്ലാനുകൾ മാറും. നമ്മൾ ചിന്തിച്ചു വെച്ചതുപോലെയല്ല നടക്കാൻ പോകുന്നേ. ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവന്റെ ലൈഫിൽ നടക്കാൻ പോകുന്നത് എന്താന്ന് നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് രാത്രി ചില കാര്യങ്ങളെ എൻ്റെ ദൈവം ചെയ്യാൻ പോകുകയാണ്. ഈ രാത്രി ഓൺലൈനിൽ കാണുന്നവരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുക. മനുഷ്യന്റെ വിചാരം നടക്കത്തില്ല കേട്ടോ. ഈ രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളെ നോക്കി വിളിച്ചു പറയാൻ പറയുന്നു, മനുഷ്യന്റെ വിചാരം നിങ്ങളുടെ മേൽ നടക്കത്തില്ല. നിങ്ങൾ അഭിഷേകത്തിനകത്താണെങ്കിൽ, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവം എന്തു പറയുമോ അതേ നടക്കത്തുള്ളൂ. അതാണ് നമ്മൾ ഈ പുതിയ നിയമം പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 14-ാം അധ്യായത്തിനകത്ത് പൗലോസിനെ ലുസ്രയിൽ വെച്ച് പുരുഷാരം കല്ലെറിഞ്ഞു. എന്ത് ചെയ്തു? കല്ലെറിഞ്ഞു. കല്ലെറിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പുരുഷാരം അവനെ കല്ലെറിഞ്ഞു. ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 14-ന്റെ 19-ാമത്തെ വാക്യം വായിച്ചേ. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോനിയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അടുത്ത വാക്യം, അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവന് പട്ടണത്തിന് പുറത്തേക്ക് എഴച്ചു കളഞ്ഞു. അടുത്ത വാക്യം വായിച്ചേ. എന്നാൽ ശിഷ്യന്മാർ ചുറ്റി നിൽക്കുമ്പോൾ അവൻ എഴുന്നേറ്റു. എത്ര പേർ ആമേൻ പറയാം? ഇന്നു രാത്രി ലുസ്ത്രയ്ക്കകത്തുള്ള പുരുഷാരം ചിന്തിച്ചു. അന്ത്യോക്യയിൽ നിന്നും ഇക്കോനിയിൽ നിന്നും വന്നുകൂടിയ യഹൂദന്മാർ ചിന്തിച്ചു, ഈ കല്ലേറിനകത്ത് പൗലോസ് തീരുമെന്ന്. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് തീരണമെങ്കിൽ തന്നെ കല്ലെറിഞ്ഞ പുരുഷാരം വിചാരിച്ചാൽ പോരാ, തന്നെ ദമസ്കോസിൽ വെച്ച് തൻ്റെ മഹത്വത്തെ അയച്ചു പിടിച്ച എന്റെ ദൈവം വിചാരിക്കണം. ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ചില മനുഷ്യന്റെ വിചാരങ്ങളെ കർത്താവ് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. നീ ഇതുവരെ എത്തത്തുള്ളൂ, നിന്റെ ലൈഫ് ഇങ്ങനെയായി തീരും. നീ ഒരു ഉയർച്ച പ്രാപിക്കത്തില്ല, നീ ഒരു നന്മ പ്രാപിക്കത്തില്ല, നിന്റെ നന്മയ്ക്കൊരു അതിർവരമ്പ് കിടക്കും. ഇതിനപ്പുറത്ത് നീ കടക്കത്തില്ലെന്ന് പറഞ്ഞ നിനക്ക് വിരോധമായി പറഞ്ഞു വെച്ച ചില മേലെഴുത്തുകളെ ഈ രാത്രി സ്വർഗം അഴിച്ചു മാറ്റാൻ പോവുകയാണ്. ഈ രാത്രി മനുഷ്യന്റെ ചില വിചാരങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവിനാൽ നിങ്ങൾ ക്രോസ് ചെയ്യാൻ പോകുക. ദാവീദ് രാജാവാകുമെന്ന് തൻ്റെ കുടുംബക്കാർ ചിന്തിച്ചോ? അപ്പൻ അമ്മ ചിന്തിച്ചോ? ഇല്ല, ചിന്തിച്ചില്ല. ആമേൻ. തന്നെ കാട്ടിനകത്ത് ആടുകളെ മേയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടവനാ. എന്നാൽ ദൈവാത്മാവ് പറഞ്ഞു, കുടുംബക്കാരുടെ ചിന്തകളെ മാറ്റിമറിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഈ രാത്രി ദൈവാത്മാവ് പറയുന്നു, നിങ്ങളെക്കുറിച്ച് നിങ്ങളെ കുടുംബക്കാർ പറഞ്ഞൊരിതായിരിക്കും, നീ ഇതുവരെ ഉയരത്തുള്ളൂ, നിനക്കിതിനപ്പുറത്ത് ഉയരാൻ പറ്റത്തില്ലെന്ന് മനുഷ്യൻ പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, കാത്തിരിക്കുന്നവന് വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ആരുടെ ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോവുക. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്?
ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഇന്ന് രാത്രി അയക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശുശ്രൂഷകന്മാരെ നോക്കി ദൂത് പറയുന്നു, ഈ 2023 നിങ്ങൾ ചിന്തിച്ചതുപോലെയല്ല നിങ്ങളുടെ ശുശ്രൂഷ പോകുന്നത്. നമ്മുടെ ചിന്തകൾക്കപ്പുറപരമായി ഈ രാത്രി പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. സജീവ് പാസ്റ്ററോട് ദൈവാത്മാവ് പറയുന്നു, അഭിഷക്തന് ഈ ആണ്ടിൽ, ഈ 2023 അഭിഷക്തൻ ചിന്തിച്ച മേഖലയിലല്ല ശുശ്രൂഷ എത്താൻ പോകുന്നത്. അവൻ ചില ചിന്തകളെ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. ആത്മാവ് പറയുന്നു, അസാധാരണമായ ഒരു പ്രോഫറ്റിക്കൽ നിയോഗം അഭിഷക്തന്റെ മേൽ ദൈവാത്മാവ് കൈമാറി ചില രാജ്യങ്ങൾക്കകത്ത് നിന്ന് പ്രവചന ദൂത് പറയത്തക്ക നിലവാരത്തിൽ ഒരധികാരത്തിന്റെ കൈമാറ്റം ഇന്ന് രാത്രി അഭിഷക്തന്റെ മേൽ സ്വർഗം ഏൽപ്പിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. ക്രോസ് ചെയ്യുന്നു നമ്മുടെ ദർശനത്തിനപ്പുറപരമായി. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ദൈവം പറയുന്നു, പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. ആത്മാവ് എന്നോട് അങ്ങനെ പ്രവചിക്കാൻ പറഞ്ഞു. എത്ര പേര് ഏറ്റെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില അപ്പോയിൻമെന്റുകൾ സ്വർഗം നിങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ദാവീദ് പ്രതീക്ഷിക്കാത്ത ഒരു അപ്പോയിൻമെന്റ് ദാവീദിന് ലഭിച്ചതുപോലെ ദൈവാത്മാവ് പറയുന്നു, നീ പ്രതീക്ഷിക്കാത്ത ഒരു അപ്പോയിൻമെന്റ്, നീ പ്രതീക്ഷിക്കാത്ത ഒരു അപ്പോയിൻമെന്റ്, പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ നിന്നിൽ നിന്ന് പുറത്തു വരുന്നു എന്ന് വിശ്വസിക്കുക. പിശാച് അടച്ച ചില ഉദരങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് തുറക്കാൻ പോവുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലത് സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ മോളോട് പറയുകയാണ്, ദൈവാത്മാവ് ആലോചന ഇടപെടുന്നു. സ്വീകരിച്ചോ. ആത്മാവിൽ സ്വീകരിക്കാൻ കഴിയുന്നവർ സ്വീകരിച്ചോ. നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറപരമായി ഇന്ന് രാത്രി ദൈവം ചലിക്കാൻ പോകുന്നു നിങ്ങളുടെ വിഷയത്തിനകത്ത്. ആത്മാവ് ഇന്ന് രാത്രി നിന്നോട് ശക്തമായി ഇടപെടുക. നിന്റെ ലൈഫിൽ നീ പ്രതീക്ഷിക്കാത്ത ചില പൊസിഷനുകളിലേക്ക് ദൈവം നിന്നെ കയറ്റിവിടും. ആത്മാവ് പറയുന്നു, ഡോക്ടറേറ്റ് പോലെയുള്ള ചില വിഷയങ്ങൾ നീ കരസ്ഥമാക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നോട് ആലോചന പറയുകയാണ്. നീ പ്രതീക്ഷിക്കാത്ത ചില എക്സാമുകൾ, എൻട്രൻസ് പോലെയുള്ള ചില എക്സാമുകൾ നീ എഴുതും. ആത്മാവ് പറയുന്നു, അതിനകത്ത് ഉന്നത വിജയങ്ങൾ പരിശുദ്ധാത്മാവ് നിനക്ക് തരും. നിന്റെ പേരിനോട് ചേർത്ത് ചില ലേബലുകൾ എഴുതി വയ്ക്കത്ത നിലവാരത്തിൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം നിനക്കൊരു അപ്പോയിൻമെന്റ് തരുമെന്ന് ആത്മാവ് ഇന്ന് രാത്രി നിന്നോട് പ്രവചിക്കുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ കരം അടിച്ചേറ്റെടുത്ത മോളെ, ഇന്ന് രാത്രി ആ സാന്നിധ്യം നിന്റെ മേൽ ചലിക്കട്ടെ. പ്രതീക്ഷിക്കാത്ത സമയത്ത് ദാവീദിന് അപ്പോയിൻമെന്റ് കിട്ടിയതുപോലെ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ കാണാത്തത്, മനുഷ്യൻ കേൾക്കാത്തത്, ആരുടെയും ഹൃദയത്തിനകത്ത് തോന്നാത്തതായിട്ടുള്ളത് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. എല്ലാവർക്കും അല്ല മോളെ, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. ഇന്ന് രാത്രി ഈ 2 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കണം. ഒന്ന് കാത്തിരിക്കണം, ഒന്ന് സ്നേഹിക്കണം. ഈ രാത്രി പറ, കാത്തിരിക്കണം, സ്നേഹിക്കണം. രജനെ, കാത്തിരിക്കണം, സ്നേഹിക്കണം. നിന്നെ നോക്കിയും നിന്റെ വീടിൻ്റെ ചുറ്റുപാട് മുൻവിധി എഴുതി ഒത്തിരി പേരുണ്ട്. നീ ഏതുവരെ പോകും, മുഴുത്ത മാനസാന്തരം 3 മാസം എന്നൊക്കെ പറഞ്ഞ് നീ ഒതുങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്ന ചില മണ്ഡലങ്ങൾ ആത്മാവ് പറയുന്നു, നിന്നെ അതിൻ്റെ മുമ്പിൽ ദൈവം ജീവിപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. ഈ രാത്രി ഓൺലൈനിൽ കാണുന്നവരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. എന്നാൽ പലരുടെയും ക്ഷമ നശിച്ചിരിക്കുക. ക്ഷമ എന്ത് ചെയ്തിരിക്കുകയാണ്? ഞാൻ ഈ മീറ്റിംഗ് തുടങ്ങി, എനിക്കൊന്ന് ഇപ്പം ഈ കോവിഡിൻ്റെ 2ാമത്തെ ഘട്ടത്തിന് ശേഷം ഈ മീറ്റിംഗ് തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം ആകാൻ പോവുകയാണ്. 1 വർഷം ആകാൻ പോകുന്നു. സ്തോത്രം.
രണ്ടാമത്തെ പ്രാവശ്യം മീറ്റിംഗ് തുടങ്ങി ആദ്യത്തെ ചില മാസങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ വലിയൊരു മൂവ് ഒന്നും ഉണ്ടായില്ല. പലപ്പോഴും ഞാൻ ജാസിനോട് പറഞ്ഞു, നമുക്ക് ഈ മീറ്റിംഗ് എന്ത് ചെയ്യാം, നിർത്താം. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം, കാത്തിരിക്കാൻ മനസ്സില്ല, ക്ഷമയില്ല. നമ്മുടെയൊക്കെ ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗ് തുടങ്ങിയുണ്ട് ഹോള് നിറച്ചെന്ത് ചെയ്യണം ആൾക്കാരെ. എൻ്റെ പപ്പ പറഞ്ഞ ടെസ്റ്റ് മണി ഓർക്കുന്നുണ്ട്. 1991, 92, 93 കാലഘട്ടങ്ങളിൽ അവർ പൊന്മുടിക്കടുത്ത് ആനപ്പാറയിൽ ശുശ്രൂഷിക്കാൻ നേരത്ത് എൻ്റെ മമ്മിയുടെ മുഖത്ത് മാത്രം ശുശ്രൂഷിച്ചു. എന്നറിയോ, ഈ തലമുറയുടെ പ്രശ്നം എന്ന് പറയും, നമുക്ക് ഇരിക്കുന്നതിന് മുന്നേ കാലെന്ത് ചെയ്യണം. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഇരിക്കുന്നതിന് മുന്നേ കാല് നീട്ടണം. പക്ഷെ പിതാക്കന്മാരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാത്തിരിക്കും, വർഷങ്ങളോളം കാത്തിരിക്കും. ഇന്ന് രാത്രി ദൈവാത്മാവ് ഇത് എന്നോടും കൂടെ ഉള്ള ദൂതാണ്. ക്ഷമം നശിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അയ്യോ ഇത് നടക്കത്തില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇങ്ങനെയായി തീരൂ എന്ന് പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയണം, ക്ഷമയോടെ കാത്തിരിക്കണം. ദൈവം പ്രവർത്തിക്കുന്നത് വരെ കാത്തിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ദമസ്കോസിലേക്ക് ക്രിസ്തുവിനെ ആരാധിക്കുന്ന ജനത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അധികാരപത്രം കൊണ്ടുപോയ ആ മനുഷ്യൻ പാസ്റ്ററായിട്ട് തിരിച്ചു വരുമെന്ന് ആരെങ്കിലും ചിന്തിച്ചോ? അല്ലെ, ആരുടെങ്കിലും മനസ്സിൽ തോന്നിയോ? ഇതാണ് പറഞ്ഞത്, ഒരു മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, ആരും ഗ്രഹിച്ചിട്ടില്ലാത്ത കാര്യം നടക്കാൻ പോവാ. അച്ഛാ, ക്രിസ്തുവിനെ ആരാധിക്കുന്നവരെ കൊല്ലാൻ വേണ്ടി പോയ മനുഷ്യനാ, പക്ഷെ ഇറങ്ങി വരുന്നത് ശുശ്രൂഷകനായിട്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, കഴുതയെ തേടി പോയവൻ രാജാവായി മടങ്ങി വന്നതുപോലെ. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, മനുഷ്യൻ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ ഇന്ന് രാത്രി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പ്രിയ ബോസേ, പരിശുദ്ധാത്മാവ് പറയുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില നന്മകൾ നിന്റെ കരത്തിനകത്ത് കയറാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി ചില പ്രതിസന്ധികൾ നിന്റെ ലൈഫിനകത്ത് കയറി വരും. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, ചില പ്രതിസന്ധികൾ ഒതുക്കാനല്ല, നീ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില നന്മകൾ, ചില പദവികൾ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇതിനകത്തിരിക്കുന്നവരോട് പ്രവചിക്കുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, നിങ്ങൾ ചിന്തിക്കാത്ത, നിങ്ങൾ നിരൂപിക്കാത്ത, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലത്. യേശുവേ, സ്നേഹിക്കണം കേട്ടോ. നമ്മൾ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ചിലത് നമ്മളിലൂടെ വെളിപ്പെടണമെങ്കിൽ നമ്മൾ കർത്താവിനെ ആഴമായി സ്നേഹിക്കണം. ഇന്ന് രാത്രി ഈ പത്രോസൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് എപ്പോഴെന്ന് അറിയാവോ? യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ തുടങ്ങിയപ്പോഴല്ല, ഈ സ്നേഹിക്കുന്നു എന്ന് വാ കൊണ്ട് പറയാൻ എളുപ്പമാണല്ലേ. ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ പറയാം, ആരൊക്കെ ആരോട് ഞാൻ നിന്നെ ആഴമായി സ്നേഹിക്കുന്നു, നീ ഇല്ലാത്ത ജീവിതം എനിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ, അവരെല്ലാം ആ വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ട്രിവാൻഡ്രം ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, സ്തോത്രം പറ. ഇന്ന് രാത്രി പ്രവൃത്തി വെളിപ്പെടണം. പത്രോസ് യേശുവിനെ വായി കൊണ്ട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു, പക്ഷെ പുള്ളി ഹൃദയം കൊണ്ട് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അടുത്തിട്ടില്ല. അതല്ലേ, ഹൃദയം കൊണ്ട് പുള്ളി ആഴമായി സ്നേഹിക്കാത്തത് കൊണ്ടാണ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്. പക്ഷെ വായിക്കകത്ത് ഭയങ്കരമായിട്ട് അവസാനം പറഞ്ഞു, നീ എല്ലാം അറിയുന്നു എന്ന് എന്ത് ചെയ്തു? പത്രോസിനോട് പത്രോസ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അല്ലേ? പുള്ളി പറഞ്ഞു, അതെ കർത്താവ്, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പുള്ളി പറഞ്ഞു, അതെ. നീ എന്ത് ചെയ്യുന്നു? അറിയുന്നു. അവസാനം മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ കർത്താവേ, നീ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവിന് അറിയാം. സ്തോത്രം പറ. എന്ന് പറഞ്ഞാൽ കർത്താവിന് മനസ്സിലായി, ഇവൻ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നെങ്കിലും ഇവിടെ നിന്ന് വരുന്നില്ലല്ലോ. ഇവിടെ നിന്ന് വരണം സ്നേഹം. എവിടെ നിന്ന് വരണം? രജിം പറഞ്ഞതുപോലെ എവിടെ നിന്ന് വരണം? ഇവിടെ നിന്ന് സ്നേഹം വന്നാലേ ജീവൻ കൊടുക്കാൻ പറ്റും. ഞാൻ പറയാം, വായ്ക്കകത്ത് പത്രോസിന്റെ സ്നേഹം യേശുവിനോട് വായ്ക്കകത്ത്, നാവിനകത്തായിരുന്നപ്പോൾ യേശുവിനെ തള്ളി പറഞ്ഞു. യേശുവിനെ എന്ത് ചെയ്തു? തള്ളി പറഞ്ഞു. പക്ഷേ യേശുവിൻ്റെ മരണശേഷം പത്രോസ് ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ക്രൂശിക്കാൻ വന്ന പടയാളികളോട് പറഞ്ഞു, എൻ്റെ പ്രാണനാഥനെ നേരെ ക്രൂശിച്ചെങ്കിൽ എന്നെ തലകുത്തിനെ എന്ത് ചെയ്തു?
കണ്ടോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്ന നാവ് കൊണ്ടുള്ള സ്നേഹമല്ല, കാര്യസാധ്യത്തിലുള്ള സ്നേഹമല്ല. ചില അപ്പന്മാരും ചില പിള്ളേരൊക്കെ അപ്പനെ അമ്മയെ സ്നേഹിക്കുക എന്നറിയോ? അതുവരെ വരാത്ത പിള്ളേർ പെട്ടെന്ന് ഓടി വന്ന് ഉമ്മയൊക്കെ തന്നിട്ട് കാര്യം പറയും. എനിക്കിങ്ങനൊരു കാര്യം, അതെന്തിനാണെന്നറിയോ? ആ സാധനം മേടിച്ചു കൊടുക്കാൻ, ആ അത് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മൈൻഡ് പോലും എന്ത് ചെയ്തില്ല. അതെന്ത്? അത് കാര്യസാധ്യത്തിൻ്റെ സ്നേഹമാണ്. പപ്പച്ചി എന്നൊക്കെ വിളിച്ച്. എനിക്ക് ഒരു മോളുണ്ട്, 2 പിള്ളേരുണ്ട്. ഒരാൾ പപ്പ മമ്മിയുടെ കൂടെ പോയി, സ്തോത്രം. നമ്മുടെ ഒരു കൂട്ടം പേര് ഇന്ന് കണ്ടത്തിട്ടയിലുണ്ട്. YS എലീഷ പാസ്റ്റർ ചർച്ചിൽ ഇന്നൊരു പുതിയൊരു ചർച്ച അവർ പണിതു. അതിൻ്റെ ഇനാഗ്രേഷൻ നടക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പുകാർ അവിടെയാണ്, അല്ലെങ്കിൽ ഇവിടെ വരുന്ന പലരും അങ്ങോട്ട് പോയിരിക്കുവാണ്, സ്തോത്രം. അപ്പോൾ എനിക്ക് ഒരു മോളുണ്ട്, ഇദ്ദേഹത്തിന് ചില നേരത്തെന്ന് അറിയോ സ്നേഹവും കൂടും. അതുവരെ ഒന്ന് വിളിച്ചാൽ പോലും പുള്ളിക്കാരി അടുത്തെന്ത് ചെയ്യത്തില്ല, വരത്തില്ല. ഒന്ന് എടുക്കാൻ ശ്രമിച്ചാൽ പോലും അവൾ എടുക്കാൻ സമ്മതിക്കത്തില്ല. ഒരു മുത്തം കൊടുക്കാൻ ശ്രമിച്ചാൽ പോലും അവൾ എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. പക്ഷെ ചില സമയങ്ങളിൽ ഇവളെ കൊണ്ട് റോട്ടിനോട്ട് പോകുമ്പോഴുണ്ടല്ലോ പെട്ടെന്ന് ചാടി കയറിയിരിക്കും. പപ്പച്ചി ഒരു ഉമ്മയൊക്കെ തന്നിട്ട് പതിയെ ഇന്ന സാധനം തിരിഞ്ഞ് ചൂണ്ടി. അപ്പോൾ അത് ഹൃദയത്തിൽ നിന്ന് വന്നൊരു സ്നേഹമല്ല, ആ സാധനം മേടിക്കേണ്ട സ്നേഹമാണ്. സ്തോത്രം പറ. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ അവർക്കുള്ളതല്ല ഈ മെസ്സേജ്. അവർ ദുഃഖിക്കും കേട്ടോ. ഇന്ന് രാത്രി കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ അവർക്കുള്ളതല്ല ഈ ദൂത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, പത്രോസിനെ പോലെ ഹൃദയത്തിനകത്ത് ഇന്ന് സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പത്രോസേ, നീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യം നീ ചെയ്യാൻ പോവുകയാണ്. യേശുവിൻ്റെ കൂടെ പത്രോസും നടന്നപ്പോൾ ചെയ്യാത്തത് യേശുവിൻ്റെ മരണശേഷം എന്ത് ചെയ്തു? പുള്ളിയുടെ മേലുണ്ടാകുന്ന അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ വെളിപ്പെടാൻ തുടങ്ങിയത് എപ്പോഴെന്ന് അറിയാവോ? യേശുവിൻ്റെ മരണശേഷം. ഇതാ പറഞ്ഞത്, ഈ കണ്ണുള്ളപ്പോൾ ആർക്ക് കണ്ണിൻ്റെ വില? യേശു പോയപ്പോഴാണ് യേശുവിൻ്റെ വില എന്ത് ചെയ്തേ? സ്വത്രം പറ. എത്ര പേർ ആമേൻ പറയും? യേശു പോയപ്പോൾ യേശുവിൻ്റെ മഹത്വം എന്താണെന്നറിഞ്ഞു? കണ്ടോ, പത്രോസ് ശുശ്രൂഷിക്കാൻ തുടങ്ങി. കണ്ടേ, സുന്ദരമെന്ന ദേവാലയത്തിനകത്തോട്ട് പോകുമ്പോൾ ഒരു മനുഷ്യൻ, അവൻ ഭിക്ഷയാചിച്ച ഒരു മനുഷ്യൻ നിലവിളിക്കുക, വല്ലതും തരണമെന്ന് പറയുമ്പോൾ പത്രോസ് പറഞ്ഞ പദം കണ്ടോ? വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക. മുടന്തൻ എഴുന്നേറ്റ് നടക്കുന്നത് പത്രോസ് കണ്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ അവൻ കണ്ടത് ചെയ്യാൻ തുടങ്ങി. ആത്മാവ് പറയുന്നു, സുവിശേഷത്തിനകത്ത് യേശു ചെയ്ത കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവാത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയുന്നു, ഈ 2023 അത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ കുരുടൻ സൗഖ്യമാകുന്നത്, അവൻ മുടന്തൻ എഴുന്നേൽക്കുന്നത് പത്രോസ് കണ്ടിട്ടേ ഉള്ളൂ, പക്ഷെ ചെയ്തിട്ടില്ല. പക്ഷേ അവൻ അത് ചെയ്യാൻ തുടങ്ങി. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, സുവിശേഷത്തിനകത്തുള്ളത്, അപ്പോസ്തല പ്രവൃത്തിക്കകത്തുള്ളത് നമ്മൾ വായിച്ചത് നമ്മൾ ചെയ്യാൻ പോകുക. സർഗ്ഗിയോസ് വിശ്വസിച്ചോ? ഇന്ന് രാത്രി സാധാരണ ശുശ്രൂഷയല്ല, നീ ചിലത് ചെയ്യാൻ പോകുന്നു. ആത്മാ പറയുന്നു, നിന്റെ പിതാവിന്റെ മേൽ വ്യാപരിച്ച ഒരു അഭിഷേകത്തിന്റെ പകർച്ച നിന്റെ ഉണ്ട് കേട്ടോ. പാട്ടെഴുതേണ്ട ഭയങ്കര ഒരു അഭിഷേകമുണ്ട്. ആത്മാ പറയുന്നു, പരിശുദ്ധാത്മാവ് നിനക്ക് ചില വരികൾ തരും. അത് വീഡിയോ ആയിട്ട് പാട്ടായിട്ട് പുറത്തു വരും. അത് ഭയങ്കരമായിട്ട് ജനം കേൾക്കും. അത് ഭയങ്കര ഒരു പ്രോഫറ്റിക്കൽ മൂവ് ആയിരിക്കും. പരിശുദ്ധാത്മാവ് പറയുന്നു, ആ പാട്ട് നിന്റെ ശുശ്രൂഷയെ മാറ്റും, നിന്റെ രാജ്യങ്ങളിൽ എത്തിക്കും, നിന്റെ അവസ്ഥയെ മാറ്റും. ആത്മാവ് നിന്റെ ഫിനാൻഷ്യൽ സെറ്റപ്പ്, നിന്റെ ജീവിതം സകലതും മാറും. ജീവിതത്തിനകത്ത് പല മേഖലയിൽ നീ പരാജയപ്പെട്ടവനാണ്. എന്നാൽ നിന്റെ പരാജയത്തെ സ്വർഗം ജയമാക്കി മാറ്റാൻ പോകുന്നു. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിന്റെ പരാജയം കാണാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം പേരുണ്ട്. പക്ഷെ ദൈവാത്മ പറയുന്നു, അവരുടെ മുമ്പിൽ നിന്നെ കുതിപ്പിക്കും. അവരുടെ മുമ്പിൽ ദൈവം നിന്നെ ശുശ്രൂഷയിൽ എഴുന്നേൽപ്പിക്കും. നിന്റെ ശുശ്രൂഷ പോയി നിന്നെ അംഗീകരിക്കത്തില്ല, നീ പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ് നിനക്ക് വിരോധമായി മനുഷ്യൻ എഴുതി വച്ച ചില മേലെഴുത്തുകളുണ്ട്. എന്നാൽ ദൈവാത്മാ പറയുന്നു, അതിനെ കർത്താവ് ഈ ആണ്ടിൽ പൊട്ടിച്ചിട്ട് നിന്റെ മേലുള്ള അഭിഷേകത്തെ പുറത്ത് വെളിപ്പെടുത്തുമെന്ന്.
വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ആരാധിച്ചോ, വിശ്വസിച്ച് ആരാധിച്ചോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് സംഭവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ. ഓ ജീസസ്, ഹല്ലേലൂയ. പ്രിയരെ, എൻ്റെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അപ്പം പാസ്റ്റായത് കൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുമെന്നും ശുശ്രൂഷിക്കൊന്നും ചിന്തിച്ചൊരു വ്യക്തി പോലും അല്ല ഞാൻ. സ്തോത്രം, സ്തോത്രം. ഇങ്ങനെയൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചൊരു വ്യക്തി പോലും അല്ല. ട്രിവാൻഡ്രത്തിനകത്ത് ഇങ്ങനൊരു മീറ്റിംഗ് തുടങ്ങണമെന്ന് എൻ്റെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോവുക. ഇന്ന് രാത്രി ദൈവാത്മാവ് ഇന്ന് രാത്രി ഈ ദൂത് പറയുമ്പോൾ ഇതിൻ്റെ ചില ബ്രാഞ്ചസുകൾ ഉണ്ടാകും കേട്ടോ. നമ്മുടെ മിനിസ്ട്രിയെ നോക്കി ആത്മാവ് ഇന്ന് രാത്രി എനിക്ക് തരുന്ന ഒരു ദൂത് പ്രവചനം വിളിച്ചു പറയാം. ഇതിൻ്റെ ചില ബ്രാഞ്ചസുകൾ തിരുവനന്തപുരത്തിൻ്റെ ചില വിവിധ ഗ്രാമങ്ങൾക്കകത്തുണ്ടാകാൻ പോവുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ശുശ്രൂഷകന്മാരെ കർത്താവ് നമ്മുടെ കൂടെ നിർത്താൻ പോകുന്നു. കർത്താവ് എന്നോട് പറയുന്നു, ചില പാസ്റ്റർമാരുടെ മക്കളെ ദൈവാത്മാവ് നമുക്കുടെ ശുശ്രൂഷയിൽ കണക്ട് ചെയ്യും. പ്രാർത്ഥിച്ചോണം കേട്ടോ, ശക്തമായി പ്രാർത്ഥിച്ചോണം. ആമേൻ. എന്ന് പറഞ്ഞാൽ കൃപയിൽ നിൽക്കാതെ അപ്പൻ പാസ്റ്റാണ്, ശുശ്രൂഷയിലാണ്. പക്ഷേ ആ തലമുറയ്ക്ക് അതുപോലെ കയറി വരാൻ കഴിയാതെ ശുശ്രൂഷയിൽ അടിച്ചമർത്തപ്പെട്ട് തള്ളിപ്പോയ ചില തലമുറകളെ ദൈവം നമ്മോടൊപ്പം ചേർത്ത് നിർത്തും. അങ്ങനെ ഒരു മൂവ് കർത്താവ് ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ഗ്രഹിക്കാത്ത ചില കാര്യങ്ങളെ മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത ചില കാര്യങ്ങൾ നടക്കാൻ പോവുക. ലാസർ ഉയർക്കുമെന്ന് ആരും ചിന്തിച്ചില്ല. ചിന്തിച്ചോ? ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയില്ല. ഇന്ന് രാത്രി അവൻ്റെ കുടുംബക്കാർ പോലും വിശ്വസിച്ചില്ല. 4 ദിവസമായി നാറ്റം ഭവിച്ച ലാസർ ഉയർക്കുമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞത്, നമ്മൾ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ നടക്കും. ഇന്ന് രാത്രി ഈ ദൂത് നിങ്ങൾ ഏറ്റെടുത്തോണ്ടേ പോകാം. ഈ ദൂത് ഇന്ന് രാത്രി ഏറ്റെടുത്തോണ്ട് പോയിക്കഴിഞ്ഞാൽ ഞാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിറവിൽ പ്രവചിക്കുന്നു. അടുത്ത 7 ദിവസത്തിനകത്ത് വച്ച് അടുത്ത തിങ്കളാഴ്ച നിങ്ങൾ ഈ മീറ്റിങ്ങിനകത്ത് വരുന്നതിന് മുന്നമേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില ബ്ലെസ്സിങ്സുകൾ, നിരാശയുടെ വാർത്തകളല്ല, അനർത്ഥമല്ല, ദൈവാത്മാവ് പറയുന്നു ചില സന്തോഷ വാർത്തകൾ, ചില അനുഗ്രഹങ്ങൾ ഇന്നു രാത്രി ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുകയാണ്. വിത്തിൻ 7 days, അടുത്ത തിങ്കളാഴ്ചയ്ക്ക് മുമ്പേ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്നു, ഇവരുടെ ലൈഫിൽ പുതിയ ചില അത്ഭുതങ്ങൾ നടക്കട്ടെ. ജോബെ വിശ്വസിച്ചോ, 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 വിശ്വസിച്ചോ. ഷേബ വിശ്വസിച്ചോ, ഫെബി വിശ്വസിച്ചോ, വിശ്വസിച്ചോ. നിങ്ങൾ ചിന്തിക്കാത്ത ചിലത് ബോവസ് ഇന്ന് രാത്രി ഏറ്റെടുത്തോ. വിത്തിൻ 7 days, അടുത്ത 7 ദിവസത്തിനകത്ത് വെച്ച് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം പുതിയ ചിലതൊന്ന് ഇന്ന് രാത്രി ഓൺലൈൻ കാണുന്നവരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, അടുത്ത ചില വിരലിൽ എണ്ണപ്പെടുന്ന ചില ദിവസങ്ങൾക്കകത്ത് വെച്ച് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലത് നടക്കാൻ പോവുക. ഇന്നു രാത്രി ഇതിനകത്ത് അസാധാരണമായ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരികയാണ്. നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഭയങ്കര ഒരു ഗ്ലോറി. രമ്യ സിസ്റ്ററെ കാട്ടാക്കടയിൽ നിന്ന് ഈ മീറ്റിങ്ങിന് വന്നത് വെറുതെ ആകത്തില്ല കേട്ടോ. ഇന്ന് രാത്രി നിന്റെ ലൈഫിനകത്ത് നീ പ്രതീക്ഷിക്കാത്ത ചിലത് ദൈവം ചെയ്യാൻ പോകുകയാണ്. ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യാൻ പോകുന്നു. നിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് നീ പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ഈ രാത്രി സ്വീകരിച്ചോ, സ്വീകരിച്ചോ, സ്വീകരിച്ചോ. ഇന്ന് രാത്രി ആത്മാവിൽ സ്തുതിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ചോ, വിശ്വസിച്ചോ. ചില ഗവൺമെന്റ് എംപ്ലോയീസുകൾ കയറി വരികയാ. നീ പ്രതീക്ഷിക്കാത്തൊരു ജോബ് ഗവൺമെന്റ് തലത്തിൽ ദൈവം നിനക്ക് തരാൻ പോകുന്നു. നിന്റെ പ്രയത്നങ്ങളൊന്നും നശിച്ചു പോകത്തില്ല. നിന്റെ പ്രയത്നത്തിനകത്ത് കർത്താവ് ചലിക്കാൻ പോകുക.
റാശേ ഹോ റാബാഷാധാലാ. പ്രതീക്ഷിക്കാത്ത ചിലത് നടക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ഈ ദൂതന് ഞാൻ ആമേൻ പറയാണ്, എൻ്റെ ലൈഫിൽ നടക്കണം. ചിലത് നടക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്തതാ. നമ്മുടെ മിനിസ്ട്രിക്കകത്ത് പ്രതീക്ഷിക്കാത്ത ചിലത് ദൈവം ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങളുടെ വീടിനെ നോക്കി ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ പ്രവചിക്കുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ ഉളവായി വരും. നിങ്ങളുടെ ശുശ്രൂഷയെ നോക്കി ഞാൻ ഇന്ന് രാത്രി പ്രതീക്ഷിക്കുന്നു, നിങ്ങൾ ഇന്നലെ വരെ ചെയ്ത ശുശ്രൂഷയല്ല, ഇതുവരെ ചെയ്യാത്ത ചില ശുശ്രൂഷകൾ, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും, യെസ്, കേവലം വചന ശുശ്രൂഷയ്ക്കകത്ത് ഒതുങ്ങുന്നതല്ല. ആത്മാ പറയുന്നു, അത്ഭുതങ്ങൾ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ശുശ്രൂഷയിൽ വെളിപ്പെടട്ടെ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ. ദൈവം ചിലത് ഒരുക്കിയിട്ടുണ്ട്. ഒരുക്കാൻ പോകുന്നു എന്നല്ല, ദൈവാത്മാവിന്റെ രാത്രി പ്രവചിക്കുന്നു, ഒരുക്കിയിട്ടുണ്ട്. ഇനി ഒരുക്കിയിട്ടുള്ളതിനെ നമ്മൾ ആമേൻ വലിച്ചെടുക്കാൻ പോവുകയാണ്. ഒരുക്കിയിട്ടുള്ളതിനെ നമ്മൾ വാങ്ങിക്കാൻ പോവുകയാണ്. ഓൾറെഡി ദൈവം നമുക്ക് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ട്. അഖിലെ ഇന്ന് രാത്രി വിശ്വസിച്ചോ? ദൈവം ഒരുക്കിയിട്ടുണ്ട്. ദൈവം ഒരുക്കിയത് നിന്നിലേക്ക് അടുത്തു വരുന്നു. ദൈവം ഒരുക്കിയത് നിന്നിലേക്ക് അടുത്തു വരുന്നു. യെസ്. Rashate ho raba ba 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 tu raba la ba raba ba 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 shara ba 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 ham tu dadiana. ഇതൊരു മെസ്സേജ് അല്ല കേട്ടോ, ഇതൊരു മെസ്സേജ് അല്ല. ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ട സകലതും പ്രോഫറ്റിക്കൽ വേർഡ്, പ്രവചന ശബ്ദമാണ്. ഇന്ന് രാത്രി മെസ്സേജ് പറയാനുള്ള ഒരു അന്തരീക്ഷമല്ല. ഇതിനകത്ത് ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നു. യെസ്, ദൈവദൂതന്മാർ നിങ്ങളെ ബലപ്പെടുത്തുന്നു. നിങ്ങൾ തകർന്നിരിക്കുന്ന വിഷയത്തിനകത്ത് മോളെ ദൈവാത്മാവ് നിന്നെ തൊടുകയാ. ഇന്ന് രാത്രി സ്വീകരിച്ചോ, നിങ്ങളെ ബലപ്പെടുത്താൻ. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേൽക്കാമോ? നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. എല്ലാവരും എഴുന്നേറ്റാണ്. എല്ലാവരും എഴുന്നേറ്റാണ്. ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ട വചനത്തെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. സജീവ് പാസ്റ്റർ എന്തെങ്കിലും ദൂത് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പാസ്റ്റർ അവസരമുണ്ട്. എന്തെങ്കിലും പ്രവചന ശബ്ദമോ നമ്മുടെ കൂട്ടായ്മയോടോ ഇവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും പ്ലീസ് കമോൺ പാസ്റ്റർ, എന്തെങ്കിലും ദൈവശബ്ദം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. കർത്താവ് അത് ചെയ്യാൻ പോവാണ്. ഇന്നൊരു പ്രസംഗമല്ലായിരുന്നു കേട്ടോ ഇവിടെ. ദൈവം നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെയാണ് ഇന്ന് രാത്രി ഇതിനകത്ത് പ്രവചനത്തിന്റെ ശബ്ദമാണ് വെളിപ്പെട്ടെ. ഒരു മനുഷ്യന് തോന്നാത്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ദൈവം ചെയ്യാൻ പോവാണ്. പൗലോസ് ഒരു അപ്പോസ്തലനായി മാറിയതുപോലെ ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തിൻ്റെ വിളിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചതല്ല, ദൈവം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചത്. മനുഷ്യൻ നിങ്ങളെക്കുറിച്ച് കണ്ടതല്ല, ചിന്തിച്ചതല്ല. ഇന്ന് രാത്രി മനുഷ്യൻ നിങ്ങളെ കാണുന്നതല്ല, നിങ്ങൾ ദൈവം നിങ്ങളെക്കുറിച്ച് ചിലത് കണ്ടിട്ടുണ്ട്. ജോസഫിനെ കുറിച്ച് ജോസഫിന്റെ ചേട്ടന്മാര് കണ്ടത് പൊട്ടക്കിണറ്റി കിടക്കുന്ന ജോസഫ്. എന്നാൽ ദൈവം കണ്ടത് ഭക്ഷ്യവകുപ്പ് മന്ത്രിയായ ഒരു ജോസഫിൻ്റെയാണ്. നിന്റെ അകത്തൊരു ദർശനമുണ്ട്. ലോകം കാണുന്നതല്ല, മനുഷ്യൻ കാണുന്നതല്ല. ഇന്ന് രാത്രി അതിനപ്പുറപരമായി ചില കാര്യങ്ങൾ ഇതിനകത്ത് നടക്കാൻ പോകുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ഹോ ഷറബാസിയാണ്. എല്ലാവരും അതരങ്ങളെ തുറന്നൊന്ന് സ്തോത്രം ചെയ്താണ്. ഇന്ന് രാത്രി മനുഷ്യൻ്റെ നിരൂപണങ്ങൾ, നമ്മെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ചില നിരൂപണങ്ങൾ മാറാൻ പോവുകയാണ്. ദൈവം എന്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതേ നടക്കത്തുള്ളൂ. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല.
ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നി. എല്ലാ ശബ്ദം ഉയർത്തി ചേർന്ന് പറഞ്ഞ ഈ വരികൾ. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നി. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത ചില കാര്യങ്ങൾ നടക്കുന്നു. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. അതുകൊണ്ട് പറഞ്ഞേ, അങ്ങേക്കാൾ വേറെ ഒന്നിനെ സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെ സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ഒരിക്കൽ കൂടെ ചെന്ന് പറഞ്ഞേ, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല യേശുവേ. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചോ. ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളുടെ കൺട്രോളിലല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പോവാണ്. അന്യഭാഷ വരം ലഭിച്ചവർ അതരങ്ങൾ തുറന്ന് അന്യഭാഷകൾ സ്തുതിച്ചാണ്. നിങ്ങളുടെ കരങ്ങളിൽ കർത്താവിനെ രാത്രി പിടിക്കാൻ പോവാണ്. ഈ പട്ടണത്തിനകത്ത് ദൈവം നിങ്ങളെ മാനിക്കും. തിരുവനന്തപുരത്ത് ദൈവം നിങ്ങളെ മാനിക്കും. കർത്താവ് എന്നോട് അങ്ങനെ തന്നെ പറയുന്നു. ഈ തിരുവനന്തപുരത്ത് ദൈവം നിങ്ങളെ ഉയർത്തും. ഈ ദേശം വിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയല്ല ഉയർത്തുന്നേ. കൊല്ലത്തോ കോട്ടയത്തോ കൊണ്ടല്ല, നീ വേദനിച്ച ഇതേ തിരുവനന്തപുരം സിറ്റിക്കകത്ത് നിന്റെ തലയെ ദൈവം ഉയർത്തുമെന്ന് പറഞ്ഞു. ഉയർത്തും. അങ്ങനെ ഒരു ദൂത് പരിശുദ്ധൻ എന്നോട് പറയാൻ പറയുന്നു. തിരുവനന്തപുരത്ത് നിങ്ങൾ ചിലത് കാണാൻ പോവുകയാണ്. നിങ്ങളുടെ തകർച്ച കാണാൻ കാത്തിരിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ നിങ്ങളുടെ തലയെ ദൈവം ഉയർത്തും. ഇന്ന് രാത്രി ഓൺലൈനിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കാണുന്നവരുണ്ടായിരിക്കാം. പരിശുദ്ധ പറയുന്നു, നിങ്ങൾ എവിടെ ഉടയപ്പെട്ടോ അവിടെ ദൈവം നിങ്ങൾ ഉയർത്തും. എവിടെ നിങ്ങൾ തകർക്കപ്പെട്ടോ അവിടെ ദൈവം നിങ്ങൾ ഉയർത്തും. എവിടെ നിങ്ങൾ വേദനിച്ചോ അവിടെ നിങ്ങൾ ഉയർത്തപ്പെടും. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ശുശ്രൂഷിച്ചു. ഇസ്രായേൽ ജനം ഫെലിസ്തീനയുടെ മുമ്പിൽ ഏത് ഏബനേസറിൽ തോറ്റുപോയോ അതേ ഏബനേസറിൽ അവർ ജയിച്ചു. ഇന്നു രാത്രി നീ തോറ്റ പട്ടണത്തിനകത്ത്, നീ കരഞ്ഞ പട്ടണത്തിനകത്ത്, നീ വേദനിച്ച പട്ടണത്തിനകത്ത് ദൈവം നിന്നെ ഉയർത്തും. ഉയർത്തും. വീഴുന്നു. തിരുവനന്തപുരത്ത് നിന്റെ പേര് ഉയരും. വീഴും. ചില നന്മകൾ ഭയങ്കര ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക കേട്ടോ. ഭയങ്കര ഒരു തീ അകത്ത് കത്തുന്നു. പ്രാപിക്ക്. വിട്ടുകൊടുത്തോ. ചിലത് ഉളവായി വരികയാണ്. ചിലത് ഉളവായി വരുന്നു. നിന്റെ കാലിൽ തീ പിടിക്കുന്നു. ദൈവത്തിന്റെ തീ ചിലത് ഉളവായി വരുന്നു. പ്രാപിക്ക്.
വിട്ടുകൊടുത്തോ. ഒരു തീ നിന്റെ മേൽ കത്തുന്നു. നീ പണിത ഭവനത്തിനകത്ത് നിന്നെ സ്വസ്ഥതയോടുകൂടെ കിടത്തത്തില്ലെന്ന് പറയുന്നെങ്കിൽ അതേ ഭവനത്തിൽ സ്വസ്ഥതയോടെ കിടത്തും. ഏത് പട്ടണത്തിനകത്ത് തകർക്കാൻ നോക്കി അവിടെ ഉയർത്തും. സ്വീകരിക്കും ജോബേ, സ്വീകരിക്കും, സ്വീകരിക്കും. ആത്മ പറയുന്നു, ചിലര് ഭവനം പണിതു, ഭയങ്കര മനോഹരമായിട്ടുള്ള ഭവനം പണിതു. പക്ഷേ പിശാച് പറയുന്നു, ആ ഭവനത്തിനകത്ത് നിന്നെ ഞാൻ സ്വസ്ഥതയോടെ കിടത്തത്തില്ല, സ്വസ്ഥതയോടെ കിടത്തത്തില്ല. ജോർജ് അച്ഛാ, ഇന്ന് രാത്രി ആ ഒരു ബന്ധനം അഴിയുക കേട്ടോ. ഇന്ന് രാത്രി ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആ ഭവന അന്തരീക്ഷത്തിനകത്ത് ഇന്ന് ഭയപ്പെടുത്തുന്ന ചില പോരുകൾ ഇന്ന് രാത്രി വിട്ടുമാറുകയാണ്. ചില ദുർസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണർന്ന് അവൻ രാത്രിയിലെ ഉറക്കത്തെ വരെ നശിപ്പിക്കുന്ന ഒരു പോര് വീട്ടിനകത്ത്, ഇത് പണിത മനോഹരമായ ഭവനത്തിനകത്ത് കിടത്തി ഉറക്കാത്ത രീതിയിൽ സ്വസ്ഥതയെ നശിപ്പിച്ച ആ പോര്, the mighty name of Jesus Christ I cancel. ഇന്ന് രാത്രി ആ പ്രശ്നത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. രമ്യ സിസ്റ്റർ വിശ്വസിച്ചോ? വീട്ടിനകത്ത് ഭയങ്കര ദൈവപ്രവൃത്തി. ഇന്ന് രാത്രി രോഗികളായിട്ടുള്ളവരെല്ലാം നിങ്ങളുടെ രോഗമുള്ള ഭാഗങ്ങളിൽ കൈവച്ചോ, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തലമുറയില്ലാത്തവർ ഉദരത്തിനകത്ത് കൈവച്ചോ. ഇന്ന് രാത്രി അത്ഭുത വിടുതലുകൾ ഇതിനകത്ത് നടക്കാൻ പോവുകയാണ്. ഇതിനകത്ത് ഭയങ്കര റിസൾട്ടുകൾ ഉണ്ടാകും കേട്ടോ, ഭയങ്കര റിസൾട്ടുകൾ. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കരം വെച്ചോ. ഞാനും ഇന്ന് രോഗിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, രോഗിയായിട്ട്. എൻ്റെ ഈ മുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നീരാണ്. ഇപ്പം തൊട്ട് കഴിഞ്ഞാൽ അറിയാം. ഇതിനേക്കാളും ഇന്നലെ കഴിഞ്ഞ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. കഴിഞ്ഞ രാത്രി മൂങ്ങോട് മണലിയിൽ ഒരു കൺവെൻഷൻ പ്രസംഗിച്ചിട്ട് വന്നു. കഴിഞ്ഞ ആഴ്ചകൾ മുഴുവനും നിരന്തരമായ യാത്രകളായിരുന്നു. അപ്പോൾ കാലിനകത്ത് ഭയങ്കര പ്രയാസമുണ്ട്. ഈ കാല് മടങ്ങത്തില്ല. ഇത് ഭയങ്കര നീരിവിടെയുണ്ട്. കഴിഞ്ഞ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. പ്രിയ ജാസ്മിൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എണ്ണയൊക്കെ പൂശി അങ്ങ് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ കർത്താവ് ഇന്ന് രാത്രി ഭയങ്കര സൗഖ്യങ്ങൾ ഇവിടെ നയിക്കും. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പൗലോസ് ബലഹീനനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മേൽ രോഗത്തിൻ്റെ മേലുള്ള ഒരു അധികാരമുണ്ട്, ഒരു അഭിഷേകമുണ്ട്. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഓൺലൈനിൽ എന്നെ കേൾക്കുന്നവർ ഇന്നു രാത്രി പരിശുദ്ധമോ സൗഖ്യമാക്കുന്നു. ചില ക്യാൻസറിൻ്റെ മുഴകളെ ഇന്നു രാത്രി സ്വർഗം എടുത്തു മാറ്റുകയാണ്. ശരീരത്തിനകത്തുണ്ടാകുന്ന ചില സിസ്റ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്നു രാത്രി അഴിഞ്ഞു മാറട്ടെ. അഴിയട്ടെ, 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 അഴിയട്ടെ. ഭയങ്കര സൗഖ്യങ്ങൾ നടക്കട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ. തലമുറ ഇല്ലാത്തവർക്ക് ഇന്ന് രാത്രി കാത്തിരിക്ക് ചില വാഗ്ദത്ത സന്തതികൾ, ചില വാഗ്ദത്ത സന്തതികൾ നിങ്ങളുടെ ഉദരത്തിനകത്ത് ഇത് പുറത്തു വരാൻ പോവുക. ജീർണിച്ചെന്ന് പറഞ്ഞ, പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ അതേ ഉദരത്തിനകത്ത് നിന്ന് ചില വാഗ്ദത്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉദരസംബന്ധമായ രോഗങ്ങൾ അഴിയട്ടെ. ചെസ്റ്റിനകത്തുണ്ടാകുന്ന രോഗങ്ങൾ അഴിയട്ടെ. ഡിസ്കിന്റെ കംപ്ലൈന്റുകൾ യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. ഹല്ലേലൂയ. സാമ്പത്തിക മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. പലരും ജോലിക്ക് പോയിട്ട് ദീർഘമാസങ്ങളായി. സാമ്പത്തിക മേഖലയിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നവർ ഇതിനകത്തുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നന്മയുടെ കലവറകൾ, സമ്പത്തിൻ്റെ കലവറകൾ ഇന്നു രാത്രി ഈ വചനം കൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ പുറത്തു വരട്ടെ. ദാരിദ്ര്യം മാറിപ്പോകട്ടെ, ശൂന്യത മാറിപ്പോകട്ടെ. ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാകട്ടെ, പ്രോസ്പെരിറ്റി ഉണ്ടാകട്ടെ. നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷുകൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ കരത്തിൽ സമ്പത്തുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സകല ശൂന്യതകളെയും യേശുവിൻ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. അത്ഭുതം, 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 അത്ഭുതം. കർത്താവ് ഇന്ന് രാത്രി ആത്മാവിനകത്ത് സംസാരിച്ചതിനായി സ്തോത്രം. തൻ്റെ ജനത്തോട് കർത്താവ് ഇന്ന് രാത്രി ഇടപെട്ടല്ലോ. തൻ്റെ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന യേശുവിൻ നാമത്തിൽ